രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ നിരാഹാരത്തിൽ. രാഹുലിനെ പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അതിജീവിതയെ അധിക്ഷേപിച്ചതിന് 20 പേർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തിവിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്നലെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. പൂജപ്പുര ജില്ലാ ജയിലിലേക്കാണ് രാഹുൽ ഈശ്വറിനെ മാറ്റിയത്. ഇവിടെ നിരാഹാര സമരം ആരംഭിച്ചു. മെഡിക്കൽ ഓഫീസറുടെ സേവനം ജില്ലാ ജയിലിലില്ല. ഇതിനാലാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ആദ്യം അറസ്റ്റ് നടക്കട്ടെ, പിന്നീട് വകുപ്പുകൾ തീരുമാനിക്കാമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് രാഹുലിന്റെ ഭാര്യ ദീപ പറഞ്ഞു. ഒരു നോട്ടീസാണോ ഹാജരാകണം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു, നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഫുൾ കള്ള കേസാണ്. എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞിരിക്കുന്ന കള്ളമാണ്. രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തിവിവരങ്ങൾ പങ്കുവയ്ക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്ത പോസ്റ്റിട്ടവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. എറണാകുളത്ത് 2ഉം ഇടുക്കിയിൽ 1 കേസുമുണ്ട്. കേരളത്തിലാകെ 20 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇനിയും കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.